നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ. കാരണം ഇനിയും +1 കഴിഞ്ഞ് +1 പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾ +2 കയറുമ്പോൾ നിങ്ങൾക്ക് സിലബസിലുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ +2 അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതിനനുസരിച്ച് പഠിക്കുക. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊന്നും ഇനി നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റത്തില്ല. കാരണം +2ൻ്റെ 90% +2കാരുടെ +1കാരുടെ അത്രയും ഇല്ലായിരുന്നു. +2കാരുടെ 90% പരീക്ഷകളും നല്ല കടുപ്പമേറിയ പരീക്ഷയായിരുന്നു. ഉള്ള പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായ ചോദ്യങ്ങളുള്ള പരീക്ഷയായിരുന്നു. അന്നേരം സ്ട്രക്ചർ മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സിലബസിന് മാറ്റം ഒന്നുമില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. സിലബസിന് മാറ്റമില്ല. +2 നിങ്ങൾ പഠിക്കുമ്പോൾ സിലബസിന് മാറ്റമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒരു ട്രഡീഷണൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത് ഇപ്പം സെക്കൻഡ് ഇയറിൽ ബയോട്സ് അവാർഡ്സിലോ ആംബിയസ് സർക്യൂട്ടിൽ തീർന്നു പറഞ്ഞാൽ ഫിസിക്സിൻ്റെയൊക്കെ എസ്സേകളുടെ ബഹളമാണ്. കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക്കിൻ്റെ ബഹളമാണ്. മാത്സിലാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല. സ്ഥിരം പാറ്റേൺ ഒന്ന് മാറ്റി അവർ ക്വസ്റ്റ്യൻ ഇടുമ്പം ആ ഒരു പാറ്റേണിൽ നമ്മളങ്ങോട്ട് പഠിച്ചു പോയാൽ, ഞാനൊക്കെ കഴിഞ്ഞ വർഷം മുതലേ ആ പാറ്റേൺ അങ്ങ് മാറ്റി ഇപ്പോഴത്തെ പാറ്റേണോടൊപ്പം നമ്മൾ വളരെയധികം ചേർന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം ഒരു മാർക്ക് പോലും കുട്ടികൾക്ക് പിന്നെ പോകത്തില്ല. അതിനനുസരിച്ച് ആദ്യമേ അങ്ങ് പഠിച്ചു പോയാൽ മതി. അന്നേരം നിങ്ങളത് ശ്രദ്ധിക്കുക. എവിടെ പഠിച്ചാലും നിങ്ങൾ ആ പാറ്റേൺ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം അധ്യാപകർ പഠിപ്പിക്കുക, നിങ്ങൾ അതുപോലെ പഠിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ പാറ്റേണുള്ള വ്യത്യാസം, സ്ട്രക്ചറിലുള്ള ക്വസ്റ്റ്യൻസിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് +2 നല്ല മാർക്ക് ഉറപ്പായും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ നല്ലപോലെ പഠിക്കുന്നവർക്ക് A+ കിട്ടാതാവുകയും ആവറേജ് രീതിയിൽ പഠിക്കുന്നവർ ചിലപ്പോൾ തോൽവിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതൊന്നും നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല. ഇതൊക്കെ ഒരു നിങ്ങൾ യാഥാർത്ഥ്യമാണ്. തിരിച്ചറിയണം കുഞ്ഞുങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് ഇടുന്നതാണ്. കൃത്യമായിട്ട് ഇട്ട് തരും. അന്നേരം നിങ്ങൾക്ക് ഇനി നമ്മുടെ ഓൺലൈൻ ബാച്ചസിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങൾ +2ന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, +2 എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നല്ല സിമ്പിളായിട്ട് പഠിക്കാം. വളരെ തുച്ഛമായ ഫീസിൽ എന്ന് പറഞ്ഞാൽ ഈ ഫീസ് കുറച്ച് നിങ്ങളെ +2 എന്നാലും കേരളത്തിൽ ഒരാൾ പഠിപ്പിക്കത്തില്ല എന്നുള്ളത് സംശയമില്ല. അന്നേരം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു അധ്യായം എന്നുള്ള രീതിയിൽ ഇതൊരു മുന്നറിയിപ്പായിട്ട്, താക്കീതായിട്ട് നിങ്ങൾ എടുക്കുക. നല്ല രീതിയിൽ പഠിക്കണം. +2 നിസ്സാരമാക്കരുത്. പ്രാക്ടിക്കൽസ് എല്ലാം ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കൊണ്ടുതാനും. അന്നേരം നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗീവ് അപ്പ്.